ആനപ്രേമികളുടെ ഇഷ്ടതാരമാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ. ഉയരവും തലയെടുപ്പും ആവശ്യത്തിന് എല്ലാ ഗജലക്ഷണങ്ങളും തികഞ്ഞ ആനയെന്ന് ആനപ്രേമികൾ വിളിക്കുന്ന തെച്ചിക്കോട്ട് രാമചന്ദ്രന് കേരളത്തിൽ ഉടനീളം ആരാധകർ ഏറെയാണ്. പക്ഷേ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ മോട്ടി പ്രസാദ് സ്വഭാവം കൊണ്ട് വില്ലനാണ്. ഇതിനകം 13 പേരുടെ ജീവനാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എടുത്തത്. ആനപ്രേമികളുടെ ഇഷ്ടതാരമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ. ഉയരവും തലയെടുപ്പും ആവശ്യത്തിന് എല്ലാ ഗജലക്ഷണങ്ങളും തികഞ്ഞ ആനയെന്ന് ആനപ്രേമികൾ വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് കേരളത്തിലുടനീളം ആരാധകർ ഏറെയാണ്. പക്ഷേ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ മോട്ടി പ്രസാദ് സ്വഭാവം കൊണ്ട് വില്ലനാണ്. ഇതിനകം 13 പേരുടെ ജീവനാണ് എടുത്തത്. ഉത്സവത്തിനിടെ ഇടയുന്നതും ആളുകളുടെ ജീവൻ എടുക്കുന്നതിലും കുപ്രസിദ്ധനായ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഏറ്റവും അവസാനമായി മനുഷ്യക്കുരുതി നടത്തിയത് ഗുരുവായൂരിൽ ഇന്നലെയായിരുന്നു. തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കിരുത്തിയതിന് പിന്നാലെയാണ് 5 കൊല്ലത്തിനിടെ 6 പാപ്പന്മാരെ രാമചന്ദ്രൻ കൊലപ്പെടുത്തിയത്. 4 സ്ത്രീയും 1 വിദ്യാർത്ഥിയും ഇന്നലെ മരിച്ച നാരായണ പട്ടേരിയും അരീക്കൽ ഗംഗാധരനും ഉൾപ്പെടെ 13 പേരാണ് ആന ഇല്ലാതാക്കിയത്. 2009-ൽ തൃശൂർ കട്ടാക്കമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ 12കാരൻ മരിക്കുകയായിരുന്നു. 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇടഞ്ഞപ്പോൾ 1 സ്ത്രീ മരിച്ചിരുന്നു. 2013-ൽ പെരുമ്പാവൂർ കൂത്തുമടം തെയ്പൂരത്തിനിടയിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇടഞ്ഞപ്പോൾ പൊലിഞ്ഞത് 3 സ്ത്രീകളുടെ ജീവനായിരുന്നു. വലതുകണ്ണിന് പൂർണ്ണമായും ഇടതുകണ്ണിന് ഭാഗികമായും കാഴ്ചയില്ലാത്ത ഈ ആനയെ മൃഗഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കാതെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ നേരത്തെ എതിർത്തിരുന്നു. കഴിഞ്ഞ വർഷം പൂരത്തിനു മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആനയുടെ ആരോഗ്യനില പരിശോധിക്കാൻ 3-അംഗ മെഡിക്കൽ സംഘം എത്തിയെങ്കിലും കഴിഞ്ഞ വർഷം പൂരത്തിനു മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആനയുടെ ആരോഗ്യനില പരിശോധിക്കാൻ 3-അംഗ മെഡിക്കൽ സംഘം എത്തിയെങ്കിലും പൂരസംഘാടകരുടെയും പൂരപ്രേമികളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇവർ തിരിച്ചു പോവുകയായിരുന്നു. കേരളത്തിൽ ഏകഛത്രാധിപതി പട്ടമുള്ള ഏക ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ജന്മം കൊണ്ട് ഈ നാട്ടുകാരനല്ല, ബീഹാറിലെ ആനച്ചന്തയിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ധനലക്ഷ്മി ബാങ്ക് മാനേജരായിരുന്ന AN രാമചന്ദ്രൻ അയ്യരാണ് ബീഹാറിൽ നിന്നുള്ള മോട്ടി പ്രസാദിനെ വാങ്ങിയത്. അദ്ദേഹത്തിൽ നിന്നും ആനയെ വാങ്ങിയ തൃശ്ശൂരുകാരൻ വെങ്കിടാദ്രി സ്വാമി ഗണേശ് എന്ന് പേരിട്ടു. 1984-ൽ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങി നടക്കിരുത്തിയപ്പോൾ ഇട്ട പേരാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. 2011 മുതൽ തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറക്കുന്ന പ്രധാന ആചാരമായ ചടങ്ങിനെ നിയോഗിക്കുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനെയാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും ഉയരമുള്ള ആനയും തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തന്നെ. നിരവധി ഫേസ്ബുക്ക് പേജുകളും വാട്സാപ്പ് കൂട്ടായ്മകളുമൊക്കെ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ പേരിലുണ്ട്. 1984-ൽ അന്നത്തെ പാപ്പാൻ വാഹനമിടിച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് എത്തിയ പാപ്പാന്റെ മർദ്ദനത്തിലായിരുന്നു ആനയുടെ വലത് കണ്ണിന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടത്. കാലക്രമേണ ഇടതുകണ്ണിനും കാഴ്ച നഷ്ടമാവുകയായിരുന്നു. തലയെടുപ്പും ഗാംഭീര്യവും ഉയരവും കൊണ്ട് അനേകം ആരാധകരെ സമ്പാദിച്ചിട്ടുള്ള തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇതിനകം തന്നെ സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഗൃഹപ്രവേശന ചടങ്ങ് കൊഴിപ്പിക്കാനെത്തിച്ച കൊമ്പൻ പടക്കത്തിന്റെ ശബ്ദം കേട്ട് ഇടഞ്ഞോടിയതായിരുന്നു ഇന്നലെ അപകടത്തിന് കാരണമായത്. അതിഥികളായെത്തിയ 2 പേരെ കൊലപ്പെടുത്തി. ഭയന്നോടിയ മേളക്കാരടക്കം നിരവധി പേർക്ക് പരിക്കുമുണ്ട്. ആന ഇടഞ്ഞതുകൊണ്ട് ഭയന്നു ഓടുന്നതിനിടെ വീണാണ് പലർക്കും പരിക്കേറ്റത്. മുന്നിലകപ്പെട്ട നാരായണ പട്ടേരിയെ രാമചന്ദ്രൻ തട്ടിയിട്ട് ചതച്ചരച്ചു. അല്പമകലെ പുതിയ വീട്ടിൽ ഗൃഹപ്രവേശനം നിശ്ചയിച്ചത്. ഷൈജുവിന്റെ വക വഴിപാടായി ക്ഷേത്രത്തിലേക്ക് 2 ആനകളെ എത്തിച്ചു. പുതിയ വീടിന്റെ മുറ്റത്തു നിന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. അതിഥികളിൽ പലരും ഷൈജുവിനൊപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. പുതിയ വീട്ടിൽ നിന്നുള്ള പൂരം കാണാൻ ഏറെ പേർ എത്തുകയും ചെയ്തു. പഞ്ചവാദ്യം ആരംഭിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ പടക്കം പൊട്ടിച്ചു. 15 മിനിറ്റിന് ശേഷം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആന ഓടിയതെന്ന് പറയുന്നു. പഞ്ചവാദ്യ കലാകാരനായ ചാലിശ്ശേരി സ്വദേശി അംജേഷ് കൃഷ്ണൻ, പട്ടാമ്പി ചാക്കോളിൽ സജിത്ത്, പട്ടാമ്പി തടത്തിൽ പറമ്പിൽ രാഹുൽ, കൂറ്റനാട് പേരിങ്ങോട് പള്ളിപ്പറമ്പിൽ സന്തോഷ്, പെരുമണ്ണൂർ കുറുപ്പത്ത് ദാമോദരൻ, എഴുന്നള്ളിപ്പ് കാണാനെത്തിയ കോട്ടപ്പടി മുള്ളത്ത് ശ്രീധരന്റെ ഭാര്യ രഞ്ജിനി, അരിമ്പൂർ കോഴിപ്പറമ്പ് സുരേഷ് ബാബു, പാലയൂർ കുരുമത്തിൽ അക്ഷയ്, മുകേഷ് കുമ്പളേട്, ഏങ്ങണ്ടിയൂർ പള്ളിക്കടവത്ത് അരുൺകുമാർ, മാറഞ്ചേരി സുഹറ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒടുവിൽ കൊമ്പനെ പാപ്പാൻ അടക്കി നിർത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.